Welcome to the new video of PYQ discussion. June. Last videos നമ്മൾ 135 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസിന്റെ ആണ് എക്സ്പ്ലനേഷൻ ഒക്കെ നോക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. 136. Arrange the following events relating to the development of television in India in order of their launching beginning from the first. ഇന്ത്യൻ ടെലിവിഷന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സിന്റെ ആ ഒരു മൈൽ സ്റ്റോൺസ് നോക്കിയിട്ട് ആ ഒരു ആദ്യം എന്തെല്ലാം വന്നു, എന്തിന്റെയൊക്കെ ബിഗിനിങ് അല്ലെങ്കിൽ ലോഞ്ചിങ് ആണ് ഫസ്റ്റ് വന്നത് എന്നുള്ള ക്രമത്തിൽ അതിനെ അറേഞ്ച് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. Introduction of first Hindi news bulletin. Introduction of Krishi Darshan. Color television transmission. Introduction of the first soap opera Hum Log. അപ്പോൾ ഇതിന്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫസ്റ്റ് ഹിന്ദി ന്യൂസ് ബുള്ളറ്റിൻ ആണ്. ഇന്ത്യയിലാണല്ലോ എല്ലാ സംപ്രേഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിന്റെ പ്രോഗ്രാം വൈസിൽ സ്പെഷ്യൽ പ്രോഗ്രാംസ് എന്നുള്ള വൈസിലാണ് കൃഷി ദർശനൊക്കെ വരുന്നത്. പിന്നെ യുവവാണിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ യുവവാണിയുടെ ഓപ്ഷൻ ഒന്നും ഇതിലില്ല. ദെൻ പിന്നീടാണ് സൈറ്റ് പ്രോഗ്രാംസിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് വരുന്നത്. 75, 77 ആ ഒരു കാലഘട്ടത്തിലൊക്കെ. ദെൻ 83 കളർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ വരുന്നു. കളർ ടെലിവിഷൻ ട്രാൻസ്മിഷൻ വന്നതിന് ശേഷമാണ് സോപ്പ് ഒപ്പേറാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹംലോഗ്, പിന്നെ രാമായൺ, ഹംലോഗ്, ബുനിയാദ്, രാമായൺ, മഹാഭാരത് അങ്ങനെയുള്ള സോപ്പ് ഒപ്പേറാസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റ്സ് വരിക. സോറി 5 നമുക്ക് നോക്കാം. അതിന്റെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാല് ABECD സെക്കൻഡ് ഓപ്ഷൻ ആണ് അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദി ഫോളോയിങ്. ഫസ്റ്റ് വൺ, സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജീസ് ക്ലെയിം ദാറ്റ് ടെക്നോളജീസ് ആർ കണ്ടിന്യൂസ്ലി റീമെയ്ഡ് ബൈ ദ തിങ്സ് യൂസേഴ്സ് ഡു വിത്ത് ദം. ഇതിൽ 5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അതില് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജീസ്. നമ്മളുടെ ഓരോ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും നടക്കുന്നുണ്ട് ഇന്റർനെറ്റിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട്. ടെക്നോളജീസ് സോഷ്യൽ ഷേപ്പിംഗ് നടത്തുന്നു. അപ്പൊ അതനുസരിച്ച് ടെക്നോളജീസ് ക്ലെയിം ദാറ്റ് ടെക്നോളജീസ് ആർ കണ്ടിന്യൂസ്ലി റീമെയ്ഡ്. ടെക്നോളജീനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അതിനെ റീമെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, പരിഷ്കരിക്കേണ്ടതായിട്ട് വരുന്നു. ബൈ ദ തിങ്സ് യൂസേഴ്സ് ഡു വിത്ത് ദം. എപ്പോഴും അതിനെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആളുകളുടെ എന്താണോ അവരുടെ റിക്വയർമെന്റ്സ് അതിനനുസരിച്ച് ഇതിനെ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി എന്താണോ ആവശ്യപ്പെടുന്നത്, ദാറ്റ് സോഷ്യൽ ഷേപ്പിംഗ് ഓഫ് ടെക്നോളജീസ്, അതനുസരിച്ചിട്ട് അതിൽ പല മാറ്റങ്ങളും ടെക്നോളജിയിൽ പല മാറ്റങ്ങളും വരുന്നതായിട്ടാണ് ടെക്നോളജി ക്ലെയിം ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് ഓരോ ആപ്പും സോഫ്റ്റ്വെയറും എല്ലാം എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദെൻ നെക്സ്റ്റ്, ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പ്രൊപ്പോസസ് ദാറ്റ് ടെക്നോളജി ഹാവ് നോ പവർ ടു ഡ്രൈവ് ഹ്യൂമൻ ആക്ഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പ്രൊപ്പോസ് ചെയ്യുന്നത് ടെക്നോളജി ഹാവ് നോ പവർ, ടെക്നോളജിക്ക് ഒരു കഴിവുമില്ല അല്ലെങ്കിൽ ഒരു ശക്തിയുമില്ല എന്തിന്, ടു ഡ്രൈവ് ഹ്യൂമൻ ആക്ഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ആളുകളുടെ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ ആക്ഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ സോഷ്യൽ ചേഞ്ചിനോ പറ്റുന്ന വിധത്തിൽ ഒരു സ്വാധീനവും ഈ ഒരു ടെക്നോളജി ചെയ്യുന്നില്ല എന്ന് ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം പ്രൊപ്പോസ് ചെയ്യുന്നു. അങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അത് കറക്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എപ്പോഴും അതിന്റെ അഡ്വാൻറ്റേജസിനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിന് ടെക്നോളജിക്ക് ഡ്രൈവ് ഹ്യൂമൻ ആക്ഷനുള്ള കഴിവുമുണ്ട്, സോഷ്യൽ ചേഞ്ചിലേക്ക് ട്രാൻസ്ഫോർമേഷൻസിനുള്ള കഴിവുമുണ്ട്. സോ സെക്കൻഡ് വൺ
റോങ് ആണ്, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. Then third one, the limited effect approach suggests that media has direct and uniform influence on audiences. മീഡിയ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ യൂണിഫോമിറ്റിയിൽ അല്ലെങ്കിൽ ഒരു എല്ലാവരെയും എല്ലാ ഓഡിയൻസിനെയും ഡയറക്റ്റായും യൂണിഫോമിറ്റിയിലൂടെയുമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ലിമിറ്റഡ് എഫക്റ്റ് അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ, എല്ലാവരെയും ഒരേ രീതിയിലല്ല, പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസും അല്ല നടക്കുന്നത്. സോ അത് റോങ് ആണ്. ദെൻ നെക്സ്റ്റ്, കൾട്ടിവേഷൻ അനാലിസിസ് സജസ്റ്റ് ദാറ്റ് മീഡിയ ഡിസ്റ്റോർട്ട് ദ വേൾഡ് വ്യൂ ഓഫ് ഓഡിയൻസ്. ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഓഡിയൻസിന്റെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാനായിട്ട് ഇതിന് മീഡിയയ്ക്ക് സാധിക്കും. അപ്പോൾ മീഡിയയ്ക്ക് കഴിയുന്നുണ്ട് എന്നാണ് കൾട്ടിവേഷൻ അനാലിസിസ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, മീഡിയ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഈ കൾട്ടിവേഷൻ അനാലിസിസ് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റ് ആണ്. Then uses and gratification approach argues that audience actively select media context they use to gratify their selected needs. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ മീഡിയ ചെയ്യുന്നത്. മീഡിയ എന്തെങ്കിലും ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവരുടേതാക്കി മാറ്റും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു സെൻസേഷണലൈസ് ന്യൂസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കൊട്ടേഷന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സെന്റൻസസ് ഒന്നും നോക്കാതെ അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും ഒരു സെന്റൻസ് എടുക്കുന്നു, അതിനെ ചുറ്റിപ്പറ്റി പല സെൻസേഷണൽ ഇഷ്യൂസും കുത്തിപ്പൊക്കാനായിട്ടുള്ള രീതിയിൽ ആ ന്യൂസിനെ അവർ ചമച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ അപ്രോച്ച് ആർഗ്യൂ ചെയ്യുന്നത് ഓഡിയൻസ് ആക്റ്റീവ്ലി സെലക്ട് മീഡിയ കോണ്ടെക്സ്റ്റ്. ഓഡിയൻസിന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അവർക്ക് കിട്ടുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിന്റെ ബേസിൽ. they use to gratify their selected needs. അവരവരുടെ ആവശ്യമനുസരിച്ച് അതിനെ മാറ്റിമറിക്കാനും പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സെന്റൻസ് കറക്റ്റ് ആണ്. E correct and D correct, then A also correct statement. So here second one, A, D, E only is the correct answers. Next one, write in sequential order the phases in the development of mass media research as postulated by Winner and Dominic. വിന്നർ ആൻഡ് ഡൊമിനിക് പോസ്റ്റുലേറ്റ് ചെയ്യുന്ന മാസ് മീഡിയ റിസർച്ചിന്റെ ആ ഒരു ഫേസസ് അല്ലെങ്കിൽ ആ ഓർഡർ ഓഫ് ദ ഫേസസ് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു ഓർഡർ എങ്ങനെയായിട്ടാണ് വരുന്നതെന്ന് എഴുതാനാണ്. ഫോർ ഇത് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നോക്കിയാൽ ദ മീഡിയം, ദ എഫക്ട്സ് ഓഫ് മീഡിയം, ഹൗ ദ മീഡിയം ക്യാൻ ബി ഇംപ്രൂവ്ഡ്, uses and users of the medium. അപ്പൊ ഇതിന്റെ ബേസിൽ ഇതിനെ നമുക്കൊരു സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതണം. എന്ന് പറഞ്ഞാല് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് മാസ് മീഡിയ റിസർച്ച്, മാസ് മീഡിയ റിസർച്ച് ഡെവലപ്പ് ചെയ്തു വരുന്ന ആ ഒരു സ്റ്റേജിന്റെ ബേസിൽ അങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇതിലെ മീഡിയ വരുന്നു, പിന്നെ മീഡിയ എന്താണ് ചെയ്യുന്നത്, മീഡിയ യൂസസ് ആൻഡ് യൂസേഴ്സ് ഓഫ് ദ മീഡിയം, പിന്നെ അതിന്റെ എഫക്ട്സ്, ആ മീഡിയം കൊണ്ടുണ്ടായിട്ടുള്ള എഫക്ട്സ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും, നമ്മൾ അതിനെ റിസർച്ച് ചെയ്യും. ദെൻ ഹൗ ദ മീഡിയം ക്യാൻ ബി ഇംപ്രൂവ്ഡ്. അപ്പൊ ആ മീഡിയത്തിൽ നിന്ന് കിട്ടിയ എഫക്റ്റിന്റെ ഒക്കെ ബേസ് വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ഈ മീഡിയത്തിന് എന്തെല്ലാം മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഉണ്ട്, ഇതിനെ എങ്ങനെയെല്ലാം ഇംപ്രൂവ് ചെയ്തെടുക്കാം എന്നൊക്കെ തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് സീക്വൻഷ്യൽ ഓർഡറിൽ ഇടുകയാണെങ്കിൽ മീഡിയം, then uses and users of the medium, effects of the medium, then how the medium can be improved. So A, D, B, C. Correct answer fourth one ആയിരിക്കും. Fourth one is the correct answer. Next, the statutory functions of the RNA include Registrar of Newspaper of India functions, statutory functions ആണെന്ന് പറഞ്ഞുകൊണ്ട് 5 functions തന്നിട്ടുണ്ട്.
അപ്പൊ അതില് എല്ലാതും ഒന്നും കറക്റ്റ് അല്ല. അതിന്റെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. കമ്പൈലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ഓഫ് ന്യൂസ് പേപ്പർ. ഈ ഒരു RNA-യുടെ ഫംഗ്ഷൻ തന്നെ എത്ര ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ പീരിയോഡിക്കൽസ് നമ്മളുടെ നാട്ടിൽ പ്രിന്റ് ചെയ്യപ്പെടുന്നു, സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു, അത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം ഇതിൽ. അപ്പൊ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അതും കറക്റ്റ് ആയിട്ടുള്ളത് തന്നെ. ഫോർമുലേറ്റ് ന്യൂസ് പ്രിന്റ് അലോക്കേഷൻ പോളിസി. ന്യൂസ് പ്രിന്റ് അലോക്കേഷൻ പോളിസി RNA-യുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട്, സ്റ്റാറ്റ്യൂട്ടറി ഫംഗ്ഷൻ ആയിട്ട് വരുന്നില്ല. ദെൻ എന്തുമാത്രം ന്യൂസ് പ്രിന്റ് യൂസ് ചെയ്ത് അവർ സർക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ബേസിൽ നമ്മൾ ന്യൂസ് പേപ്പറിനെ ലാർജ് സ്കെയിൽ ന്യൂസ് പേപ്പർ ആണോ സ്മോൾ സ്കെയിൽ ആണോ എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു റൂൾ അവരുടെ ഇതിൽ വരുന്നുണ്ട്. Then preparation and submission of the report on press in India. ഇന്ത്യയിലെ ഉള്ള എല്ലാ പ്രസ്സും അവരുടെ റിപ്പോർട്ട്സുകൾ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ദ റിപ്പോർട്ട്സ് ഒക്കെ കൊടുക്കേണ്ടത് ഇതിലാണ്, RNA-യിലാണ്. Then assessing and certifying the essential needs of a newspaper establishment. ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെന്റ്സിന്റെ ഓരോ പത്രസ്ഥാപനങ്ങളുടെയും എസെൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് അസസ് ചെയ്യുക, സർട്ടിഫൈ ചെയ്യുക. അതൊന്നും ഇവരുടെ ഫംഗ്ഷനിൽ വരുന്നതല്ല, RNA-യുടെ ഫംഗ്ഷനിൽ വരുന്നതല്ല. ഇത് രജിസ്റ്റർ ഓഫ് ന്യൂസ് പേപ്പർ വരുന്നു. ദെൻ ഇഷ്യൂ ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ദെൻ പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ദ റിപ്പോർട്ട് ഓൺ പ്രസ് ഇൻ ഇന്ത്യ. അപ്പോൾ A, B and D ആർ ദ correct functions. A, B, D means third one is the correct answer. Next one. Arrange the steps of public relation process in sequential order. Sequential order ലാക്കുക public relation process നെ. Evaluating the program, taking action and communicating, defining PR problem, planning and programming. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് വരുന്നത്, ഒരു പ്രോബ്ലം എന്താണ് ഒരു പബ്ലിക് റിലേഷൻ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണോ നമ്മൾ PR നടത്തേണ്ടത് ആ ഒരു പ്രോബ്ലം എന്താണെന്ന് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു. ദെൻ പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നു, പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഡിഫൈനിങ്, പ്ലാനിങ്, ദെൻ ടേക്കിംഗ് ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ആക്ഷൻ എടുത്ത ശേഷം അത് നടപ്പിൽ വരുത്തിയ ശേഷം അതിനെ ആ ഒരു പ്രോഗ്രാമിനെ ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെ ഇവാലുവേറ്റ് ചെയ്യുന്നു. സോ CDBA. ഈ ഒരു തേർഡ് വൺ ആയിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഒരു കോംപ്രിഹെൻഷന്റെ ബേസിലായിരിക്കും. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. Reality television has always been a significant part and popular form of the entertainment landscape. ഇന്നത്തെ മീഡിയയുടെ ഒരു എന്റർടൈൻമെന്റ് ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ റിയാലിറ്റി ടെലിവിഷൻ ആണ് എല്ലാ തരത്തിലും ഒരു സിഗ്നിഫിക്കന്റ് പാർട്ടാണ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫോം ആയിട്ട് നിലനിൽക്കുന്നു. വിത്ത് ലോ പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് എ ബ്രോഡ് അപ്പീൽ, റിയാലിറ്റി ടെലിവിഷൻ ഹാസ് ഷിഫ്റ്റഡ് ഫ്രം ദ ഫ്രിഞ്ചസ് ടു ദ സെന്റർ ഓഫ് ടെലിവിഷൻ കൾച്ചർ. റിയാലിറ്റി ഷോ പണ്ട് കുറച്ച് അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ലാതെ നിന്നിരുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് നമ്മൾ അത്രയ്ക്ക് പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടാകാതിരുന്നെങ്കിലും അതിൻ്റെ ആ ഒരു ലോ പ്രൊഡക്ഷൻ കോസ്റ്റും ബ്രോഡ് അപ്പീലും ഒക്കെ കൊണ്ട് അതിപ്പോ ഷിഫ്റ്റഡ് ഫ്രം ദ ഫ്രിഞ്ചസ് ടു ദ സെന്റർ ഓഫ് ടെലിവിഷൻ കൾച്ചർ. ടെലിവിഷൻ കൾച്ചറിന്റെ ഒരു സെന്റർ പാർട്ടായിട്ട് ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ബിക്കം എ staple for contemporary programming as it attracts diverse audience. ഇതിനെ പലതരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആളുകളെയും ആകർഷിക്കാനാകുന്ന തരത്തിൽ ഇതിനെ അങ്ങനെ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഇതിനെയൊക്കെ കൊണ്ടുപോകുന്നത്.
while being easily marked for foreign distribution. അതേസമയം ഇതിനെ ഫോറിൻ ഓഡിയൻസിനെ കൂടി കിട്ടാനായിട്ട് ഫോറിൻ ഡിസ്ട്രിബ്യൂഷനും കൂടി ഇത് വഴിയൊരുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ മലയാളം ചാനലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ അത് ടെലിവിഷൻ ഷോ കഴിഞ്ഞാൽ പിന്നെ അതിനെ OTT പ്ലാറ്റ്ഫോമിലേക്ക് അത് കയറുകയാണ്. അതോടുകൂടി എല്ലാ കൺട്രീസിലും വരെ ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. Despite its popularity, reality television faces criticism, often being labeled as trash television. എന്ന് പറഞ്ഞാല് ഇതിന് പോപ്പുലാരിറ്റി ഉണ്ട് എന്ന് സമ്മതിച്ചു. ഡെസ്പൈറ്റ് ഇറ്റ്സ് പോപ്പുലാരിറ്റി, അതിന്റെ പോപ്പുലാരിറ്റീനെ മാറ്റി നിർത്തിയാലും അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ട് എന്നിരിക്കലും റിയാലിറ്റി ടെലിവിഷൻ ഫേസസ് ക്രിറ്റിസിസം, അതിന് ഒരുപാട് ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. ഓഫൺ ബീയിങ് ലേബിൾഡ് ആസ് എ ട്രാഷ് ടെലിവിഷൻ. ട്രാഷ് ടെലിവിഷൻ എന്നാണ് ഇതിനെ പലരും ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ വിളിക്കുന്നത്. When thinking of reality television, you might recall popular shows like American Idol or Survivor. നിങ്ങൾ റിയാലിറ്റി ഷോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് മിക്കവാറും റീകോൾ ചെയ്യപ്പെടുന്നത് പോപ്പുലർ ഷോസ് ആയിട്ടുള്ള അമേരിക്കൻ ഐഡോൾ, സർവൈവർ അതൊക്കെ ആകാം. Critics have pointed out that many shows are often scripted and edited to create specific narratives. നമ്മൾ വിചാരിക്കും അതൊന്നും സ്ക്രിപ്റ്റോട് കൂടിയിട്ടുള്ള ഒരു റെക്കോർഡഡ് പ്രോഗ്രാം അല്ല, അത് ഒരു റിയാലിറ്റി ആയിട്ട് അവരുടെ മനസ്സിൽ എപ്പോൾ എന്ത് തോന്നുന്നു അതനുസരിച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു റിയൽ റിയാലിറ്റി ഷോ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതേസമയം ക്രിറ്റിക്സ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ഇത്തരം ഷോസ് ഒക്കെ മിക്കവാറും സ്ക്രിപ്റ്റിന്റെ ബേസിലായിരിക്കാം, എഡിറ്റഡ് ടു ക്രിയേറ്റ് സ്പെസിഫിക് നരേറ്റീവ്സ്, ഒരു പ്രത്യേക നരേഷന്റെ ബേസിൽ അതിനെ എഡിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്നാണ്. Thus, reality in reality television can be seen as a social construction that transforms everyday experience into consumable entertainment. ഓരോ ദിവസത്തെയും അവരുടെ ആ ഒരു എന്റർടൈൻമെന്റിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസം അവരുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതൊരു കൺസ്യൂമബിൾ എന്റർടൈൻമെന്റ് ആയിട്ട് മാറും. Some scholars suggest that its influence is minimal. ഇതിൽ നിന്നുള്ള ഒരു സ്വാധീനം, ആളുകളെ ഈ പ്രോഗ്രാം എത്രമാത്രം സ്വാധീനിക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത് വളരെ മിനിമൽ ആയിരിക്കാം. അലൈനിങ് വിത്ത് ദ ലിമിറ്റഡ് എഫക്ട്സ് മോഡൽ, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എഫക്ട്സ് മാത്രമേ ഇതൊക്കെ കണ്ടാൽ നമുക്ക് കിട്ടുകയുള്ളൂ. where viewers select shows that affirm their existing beliefs. ആളുകൾ എപ്പോഴും അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് അത് മാത്രമേ കാണുന്നുള്ളൂ എന്നാണ് ക്രിറ്റിക്സ് പറയുന്നത്. Conversely, uses and gratification model posits that different viewers watch reality TV for various needs, primarily for entertainment, but often reinforcing and other perceptions rather than challenging them. അവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ മോഡൽ തിയറിയിൽ പറയുന്നത് അനുസരിച്ച് ഡിഫറെന്റ് ടൈപ്പുള്ള വ്യൂവേഴ്സ് ആണ് ഈ ഒരു റിയാലിറ്റി ഷോയ്ക്ക് കാണാനായിട്ടിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ആ ഒരു പ്രത്യേക വിഭാഗം അവരുടെയൊക്കെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി അവർ കാണുന്നു. ബട്ട് ഓഫൺ റീഎൻഫോഴ്സിങ് ദ പെർസെപ്ഷൻസ് റാദർ ദാൻ ചലഞ്ചിങ് ദം. ദെൻ ഈ ഒരു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കോംപ്രിഹെൻഷനിൽ പറയുന്നത്. ഇനി അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ഈസ് മെൻഷൻഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിയാലിറ്റി TV പ്രോഗ്രാം. ഇതിലൊരു റിയാലിറ്റി TV പ്രോഗ്രാമിന്റെ എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ബാച്ചിലർ, ദ അമേരിക്കൻ ഐഡൽ, ഫ്രണ്ട്സ്, ദ ഓഫീസ്. കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് വൺ, ദ അമേരിക്കൻ ഐഡൽ. Next one, according to the text, what is a common criticism of reality television? It lacks good storytelling, it is too educational, it is often labeled as trash television, it features only cultural content. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണ്. തേർഡ് വൺ, ഇതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പറയുന്നത് ഒരു ട്രാഷ് ടെലിവിഷൻ എന്നാണ് ഇതിന് ലേബൽ കൊടുത്തിരിക്കുന്നത്. Next one, which theories are mentioned in the relation to how reality television affects social perceptions? ഏത് തിയറിയാണ് ഈ റിയാലിറ്റി ടെലിവിഷൻ സോഷ്യൽ പെർസെപ്ഷൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായിട്ടുള്ള റിലേഷൻ എന്താണ് എന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഏത് തിയറിയിലാണ്?
cultivation theory and social learning theory, limited effects model and uses and gratification theory, agenda setting and spiral of silence theory, social identity and framing theory. ഇതിൽ പല തിയറികളെ പറ്റി നമ്മൾ ഈ ഒരു കോംപ്രഹെൻഷനിൽ മെൻഷൻ ചെയ്തു പോയിട്ടുമില്ല. എന്നാൽ നമുക്ക് കേട്ട് പരിചയമുള്ള ഏതൊരു തിയറിയാണ് ഇതിൽ വരുന്നത്? ലിമിറ്റഡ് എഫക്ട്സ് മോഡൽ ആൻഡ് uses and gratification theory. Next one, what has reality television recently become known as in the entertainment landscape? In the entertainment, what has reality television recently become known as in the entertainment landscape? Entertainment landscape il idine recent ആയിട്ട് എങ്ങനെയൊക്കെയാണ് അറിയപ്പെടാൻ തുടങ്ങിയിട്ടുള്ളത്? ഇതൊരു niche genre, the most popular form of entertainment, a declining trend, a documentary style. ആ രണ്ടും അല്ല, ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന രണ്ടുമല്ല, ഇതൊരു പ്രത്യേക ജോൺറയിലുള്ള ഒരു പ്രോഗ്രാമുമാണ്. അത് അതിനൊരു ജോണർ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് എന്റർടൈൻമെന്റ്. What is the main reason for reality TV to gain popularity? High production cost? Never. Its ability to attract diverse audience, exclusive content, limited distribution opportunities. So ഇവിടെ വരുന്നത് സെക്കൻഡ് ആയിരിക്കണം, ഇറ്റ്സ് എബിലിറ്റി ടു അട്രാക്ട് ഡൈവേഴ്സ് ഓഡിയൻസസ്. നെക്സ്റ്റ് 5 ക്വസ്റ്റ്യൻസ് വരുന്നത് അനദർ കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു കോംപ്രിഹെൻഷൻ നോക്കാം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു recognize and to celebrate wide range of cultures that exist. നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന വൈഡ് റേഞ്ച് ഓഫ് കൾച്ചേഴ്സിനെ കുറിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനെ മനസ്സിലാക്കുക, സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓഫ് ലേറ്റ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഹാസ് ക്രോപ്ഡ് കൺസേണിങ് മൾട്ടി കൾച്ചറലിസം. ഒരു മൾട്ടി കൾച്ചറലിസത്തെ എന്ന് പറഞ്ഞാൽ ഒരു ബഹു സാംസ്കാരികതയെ ഓഫ് ലേറ്റ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഹാസ് ക്രോപ്ഡ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി അഭിപ്രായങ്ങൾ ക്രോപ്പ് ചെയ്യപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ദ മൾട്ടി കൾച്ചറലിസ്റ്റ് ആർഗ്യൂ ദാറ്റ് we must recognize cultural differences that are legitimately linked to language and religion. Multiculturalism എന്ന് പറയുന്നത് എങ്ങനെയാണ് ബഹുമുഖ സംസ്കാരം അല്ലെങ്കിൽ ബഹുസാംസ്കാരികമായിട്ടുള്ള ബഹുതലത്തിലുള്ള സംസ്കാരം, അതെല്ലാം എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? അവിടെ ലെജിറ്റിമേറ്റ്ലി ലിങ്ക്ഡ് ടു ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. എപ്പോഴും ആ സംസ്കാരം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ലാംഗ്വേജിന്റെയും റിലീജിയന്റെയും ബേസിലായിരിക്കും. In multiculturalism, minority groups see opportunities to play a part in molding the national culture even as they were molded by it. എന്ന് പറഞ്ഞാല് ഇപ്പൊ പലതരത്തിലുള്ള ബഹുസ്വരതകളുടെ ഒരു കാലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൾച്ചറിലുള്ളവരും ഒരുമിച്ച് സംഗമിക്കുന്ന പല സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു. പ്ലൂരാലിറ്റി, ഒരു പ്ലൂരാലിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പല കോൺഫറൻസസും, ഈവൻ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആയാലും ടെക്നോളജിക്കൽ ഫെസ്റ്റ് ആയാലും എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു കൾച്ചറൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റ് നടക്കുകയാണെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പ്സിനും അവരുടേതായിട്ടുള്ള കൾച്ചറിനെ മറ്റു ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും അതിനെ മൗണ്ട് ചെയ്ത് കാണിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അവരതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി ക്യാമ്പസ് മൾട്ടികൾച്ചറലിസം. Campus multiculturalism variations among students have tried with some success to talk about how a racially and ethnically diverse student body can enrich everyone's education. ക്യാമ്പസ് മൾട്ടികൾച്ചറലിസം എന്താണ് പറയുന്നത്? ഒരു ക്യാമ്പസിനെ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് റേഷ്യലായിട്ടും എത്നിക്കലൊക്കെ ആയിട്ടും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് വരുന്നവരായിരിക്കും. അവരങ്ങനെ ഒരു കൾച്ചറായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൾട്ടി കൾച്ചറലിസം നിലനിൽക്കുന്ന ഒരു ക്യാമ്പസിനുള്ളിൽ ഓരോരുത്തർക്കും എങ്ങനെ അവരുടെ എഡ്യൂക്കേഷനെ എൻറിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ക്യാമ്പസ് മൾട്ടി കൾച്ചറലിസം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ വക്താക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ ദീസ് മൾട്ടി കൾച്ചറലിസ്റ്റ് ഡിഫറൻസസ് ആർ അബ്സല്യൂട്ട്, irreducible and intractable.
ഇനി മൾട്ടി കൾച്ചറലിസ്റ്റുകൾക്ക് അവര് പറയുന്നതനുസരിച്ച് പലരുടെയും വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആണ്, വളരെ കേവലമായതാണ്, ഇറെഡ്യൂസിബിൾ. അതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇൻട്രാക്റ്റബിൾ, അതിനെ നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ പെട്ടെന്നൊരു പരിഹാരം വരുത്തി അതിന്റെ കൾച്ചർ മാറ്റിയെടുക്കാൻ പറ്റുന്നതൊന്നുമല്ല, ഇൻട്രാക്റ്റബിൾ കൂടി ആണ്. The hardliners are not interested to allow Americans to belong to more than a single culture, to be both particularism and universalist. ഒരു മൾട്ടി കൾച്ചറലിസം അല്ലെങ്കിൽ ഒരു മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുക എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്കുലറിസവും ഉണ്ടായിരിക്കും, യൂണിവേഴ്സാലിറ്റീസും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അമേരിക്കയിലുള്ള ഹാർഡ് ലൈനേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അവര് എന്തിനെ നോട്ട് ഇൻട്രസ്റ്റഡ് ടു, അവിടെയുള്ള കർക്കശക്കാരായിട്ടുള്ള ആളുകൾ എന്തിനെ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അവരുടെ കടുത്ത നിലപാടുകൾ അനുസരിച്ച് ഒരേ സമയം ഒന്നിലധികം സംസ്കാരങ്ങളിലെ അംഗമായിട്ടിരിക്കാൻ അവസരം നൽകാനായിട്ട് അവര് താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ പ്രത്യേകതയോടെയും സാർവജനീയതയോടെയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല. അതാണെങ്കിൽ ബോത്ത് ഒരേ സമയം പർട്ടിക്കുലറിസത്തോടു കൂടിയും യൂണിവേഴ്സാലിറ്റീസോടു കൂടിയൊക്കെ ജീവിക്കാൻ അവരെ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നില്ല. The time-honored India mixture of assimilation and traditional allegiance is denounced as a danger to racial and gender authenticity. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പഴയ കാലത്തുള്ള ഒരു സംയോജനവും പരമ്പരാഗത വിശ്വസ്തതയും ഒക്കെ അവർ വംശീയതയ്ക്കും ലിംഗ സത്യസന്ധതയ്ക്കും ഭീഷണിയായിട്ടാണ് കാണുന്നത്. The multiculturalist insist on seeing all perspectives as tainted by the perceiver's particular point of view. എന്ന് പറഞ്ഞാല് എല്ലാ കാഴ്ചപ്പാടുകളും അത് കാണുന്നവരുടെ വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടിന്റെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ ബേസിൽ ആണ് അവർ ഓരോന്നിനെയും കാണുന്നത്. ഏതൊരാളും മറ്റൊരു കൾച്ചറിനെ നോക്കിക്കാണുന്നത് അവരുടേതായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ബേസിലായിരിക്കും. Impartial knowledge, they argue, is not possible. ഇമ്പാർഷ്യൽ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നിഷ്പക്ഷമായിട്ടുള്ള അറിവോടുകൂടി നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല എന്നൊക്കെയാണ് ഹാർഡ് ലൈനേഴ്സ് പറയുന്നത്. ബിക്കോസ് ഐഡിയാസ് ആർ സിംപ്ലി ദ എക്സ്പ്രഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ദാറ്റ് ആർ ലിങ്ക്ഡ് ടു കൾച്ചർ ഓർ എ ലാംഗ്വേജ്. അങ്ങനെ നിഷ്പക്ഷമായിട്ടുള്ള അറിവ് സാധ്യമല്ലെന്ന് അവർ പറയുന്നു. കാരണം ആശയങ്ങൾ വ്യക്തിയുടെ സംസ്കാരത്തിന്റെയോ ഭാഷയുടെയോ തിരിച്ചറിവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു എക്സ്പ്രഷനാണ്, അതിന്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ ഫസ്റ്റ് കോംപ്രിഹെൻഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഒരു നിസ്സാരമായ കാര്യത്തിനെ വളരെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഹൗ ക്യാൻ എ മൾട്ടി കൾച്ചറൽ സ്റ്റുഡന്റ് ബോഡി ബെനിഫിറ്റ് സ്റ്റുഡൻസ്? എങ്ങനെയാണ് ഒരു മൾട്ടി കൾച്ചറൽ സ്റ്റുഡന്റ് ബോഡി സ്റ്റുഡൻസിന് ഹെൽപ്പ് ആവുന്നത്? Enrich education, holistic education, inclusive education, cultural education. ഇവിടെ നമ്മൾ പറയുന്നത് തന്നെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്നുള്ളതല്ല, ഇവിടെ മൾട്ടി കൾച്ചറലിസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെയാണ് അതിനു വേണ്ടിയിട്ടാണ് അവര് വാദിക്കുന്നത്. ക്യാമ്പസ് മൾട്ടി കൾച്ചറലിസം എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നിടത്തൊക്കെ അതിനെ കുറിച്ചിട്ടാണ് അതിലാണ് കൂടുതൽ ഇൻസിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, വാട്ട് മേക്സ് മൾട്ടി കൾച്ചറലിസം ലെജിറ്റിമേറ്റ്? എന്താണ് മൾട്ടി കൾച്ചറലിസത്തിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്നത്? ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ, കാസ്റ്റ്, എത്തനിസിറ്റി, ജെൻഡർ. ഇവിടെ കറക്റ്റ് ആൻസർ ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ. നെക്സ്റ്റ്, ദ ഓതർ ഈസ് ഗ്രൗണ്ടിങ് ഫോർ multiculturalism, culturalism, എൻഡ്രോസെൻട്രിസിസം, കൾച്ചറൽ റിലേറ്റിവിസം. ഒരു ഓതർ എന്ന് പറയുമ്പോൾ അയാൾ എന്തിന്റെ ബേസിലായിരിക്കും നിലനിൽക്കുന്നത്? മൾട്ടി കൾച്ചറലിസം എന്ന് പറഞ്ഞാൽ മിക്കവാറും റൈറ്റേഴ്സ് അവരൊക്കെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയിട്ട് പ്ലൂരാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ വാദിക്കുന്നവരാണ്.
In multiculturalism, minorities see an opportunity to contribute to group culture, regional culture, national culture, international culture. അവർക്ക് നാഷണൽ കൾച്ചറിൽ അവരുടെ ദേശീയമായിട്ടുള്ള ഒരു കൾച്ചറിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫെസ്റ്റ് വരുമ്പോൾ മൈനോറിറ്റീസിന് കൂടി അവരുടെ കൾച്ചറിനെ മറ്റുള്ളവരിലേക്ക് കാണിച്ചു കൊടുക്കാനും അതിനെ മൗൾഡ് ചെയ്ത് ഷേപ്പ് ചെയ്ത് അവതരിപ്പിക്കാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. According to the passage, identify the incorrect option for imparting impartial knowledge. Imparting impartial knowledge-നെ പറ്റിയിട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സിലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? Ideas are expression of individual identity. Ideas are linked to one's cultures. Ideas are linked to one's dress sense. Ideas are linked to language. ഇതിൽ ഈ മൂന്ന് പറയുന്ന കാര്യങ്ങളും കൾച്ചറുമായിട്ട് ലാംഗ്വേജ് ആയിട്ട് ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ആയിട്ടൊക്കെ ഒരാളുടെ ഐഡിയാസ് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് തേർഡ് വണ്ണാണ്, ഐഡിയാസ് ആർ ലിങ്ക്ഡ് ടു വൺസ് ഡ്രസ് സെൻസ്. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത്. ആ ഒരു കോംപ്രിഹെൻഷൻ വായിക്കുമ്പോൾ മാത്രം കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. കാരണം അതിൽ കുറെ ടഫായിട്ടുള്ള വൊക്കാബുലറീസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയോട് കൂടി നമ്മളുടെ ഈ ഒരു 2025 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PYQ ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ 150 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടു കഴിഞ്ഞു. ആ എല്ലാത്തിൻ്റെയും നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് എക്സ്പ്ലനേഷൻ നോക്കി എല്ലാം പഠിച്ചു വയ്ക്കുക. അതോടൊപ്പം തന്നെ പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിനെ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. All the best. Thank you.